വീടുകളിൽ ഖുർആൻ ഓതുന്ന സ്വഭാവമുണ്ടോ? വീടുകളിൽ ഖുർആൻ ഓതുന്ന പതിവുണ്ടോ? ഒരു കാലമുണ്ടായിരുന്നു, മുസ്ലിം വീടിന്റെ അടുക്കലൂടെ കടന്നുപോയാൽ സന്ധ്യാസമയത്ത് ഉമ്മമാരും ഉമ്മാമ്മമാരും സൂറത്ത് യാസീൻ ഓതുന്ന ശബ്ദം കേൾക്കുമായിരുന്നു, സൂറത്തു തബാറക്കല്ലദീ ഓതുന്ന ശബ്ദം കേൾക്കുമായിരുന്നു. പക്ഷേ ഇന്നതുണ്ടോ? ഇന്ന് മുസ്ലിം വീടുകളുടെ അടുക്കലൂടെ കടന്നുപോയാൽ സന്ധ്യാസമയത്ത് സീരിയലിന്റെ ശബ്ദമാ കേൾക്കുന്നത്. അവരെല്ലാം ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമാ കേൾക്കുന്നത്. അവരെല്ലാം റിയാലിറ്റി ഷോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമാ കേൾക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആനുമായി ബന്ധമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ ഇഷ്ടപ്പെടുന്നില്ല. വീട്ടിൽ തന്റെ മാതാവോ പിതാവോ ഒന്ന് മരണപ്പെട്ടാൽ തന്നെയും ഒരു യാസീൻ ഒന്ന് ഓതാൻ പോലും പ്രിയപ്പെട്ട മക്കൾക്കോ മരുമക്കൾക്കോ ചെറുമക്കൾക്കോ അറിയില്ല. എവിടെയെങ്കിലും ദറസ് സംവിധാനങ്ങളുണ്ടോ? എവിടെയെങ്കിലും അറബി കോളേജുകളുണ്ടോ? എങ്കിൽ കുറെ മുത്തഅല്ലിമീങ്ങളെ കൊണ്ടുവരുത്തിയിട്ട് ചടങ്ങ് തീർക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി, ഇസ്ലാമിന്റെ പ്രതിസന്ധിയുടെ കാലഘട്ടമാ, ഇസ്ലാമിന്റെ പ്രശ്നത്തിന്റെ കാലഘട്ടമാ. ഈ കാലഘട്ടത്തില് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയും ഭർത്താവും ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുക. ചരിത്രത്തിലേക്ക് നമ്മൾ മടങ്ങണം. നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ ഓതുന്ന വീടുകളിലാണ് അല്ലാഹുവിന്റെ ബറക്കത്തുണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇന്നൽ ബൈത്തല്ലദീ യഖറഉ ഫീഹിൽ ഖുർആൻ യുക്തിറു ഖൈറുഹു. ഏത് വീട്ടിലാണോ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത്, ആ വീടുകളിൽ അല്ലാഹുവിൽ നിന്നുള്ള നന്മകൾ വർദ്ധിപ്പിക്കുന്നതാ. വൽ ബൈത്തല്ലദീ ലാ യഖറഉ ഫീഹിൽ ഖുർആൻ, എന്നാൽ ഏത് വീട്ടിലാണോ ഖുർആൻ പാരായണമില്ലാതെ പോകുന്നത്, യുഖില്ലു ഖൈറുഹു, ആ വീടുകളിൽ നിന്ന് നന്മകൾ കുറഞ്ഞു പോകുന്നതാ. വീട്ടില് ബറക്കത്ത് വേണോ? വീട്ടില് സമാധാനം വേണോ? വീട്ടില് സന്തോഷം വേണോ? ഖുർആൻ ഓതണം, ഖുർആൻ ഓതണം. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചില്ലേ, മൻ ഖറഅ സൂറത്തുൽ വാഖിഅത കുല്ല ലൈല ലം തുസ്ബുഹു ഫാഖത്തുൻ അബദാ. ആരുടെ വീട്ടിലാണോ എല്ലാ ദിവസവും രാത്രികളിലെ മഗ്‌രിബിന് ശേഷം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യപ്പെടുന്നത്, ലം തുസ്ബുഹു ഫാഖത്തുൻ അബദാ, ആ വീടുകളിൽ പിന്നൊരിക്കലും ദാരിദ്ര്യമുണ്ടാകുന്നതല്ല. സഹോദരങ്ങളെ, സഹോദരന്മാരെ, പട്ടിണിയിൽ നിന്ന് മോചനം വേണോ? ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം വേണോ? കടബാധ്യതകൾ ഒഴിവാക്കപ്പെടണോ? വീടുകളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടണം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടണം. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റപ്പെടും. മാനസികമായി സമാധാനം വേണോ? ഖുർആൻ ഓതണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ഖുർആനിലൂടെയാ ഹൃദയത്തിന് സമാധാനമുള്ളത്. അതുകൊണ്ട് ഖുർആൻ ഓതണം, വീടുകളിൽ ഖുർആൻ ഓതണം. റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ, ലാ തജ്അലൂ ബുയൂതകും മഖാബിറാ ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. ഹബീബായ റസൂൽ പഠിപ്പിക്കുന്നു, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളാക്കി മാറ്റല്ലേ, ശവപ്പറമ്പുകളാക്കി മാറ്റല്ലേ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. വശൈത്വാനു യൻഫിറു മിനൽ ബൈത്തില്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. ആരുടെ വീട്ടിലാണോ വിശുദ്ധമായ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്നത്, അവിടെ നിന്ന് ശൈത്വാൻ വിരണ്ടോടുന്നതാ. ഖുർആൻ ഓതുന്ന വീട്. ഉമർ റളിയല്ലാഹു അൻഹു വരുമ്പോ സഹോദരിയും ഭർത്താവും ഖുർആൻ ഓതുക, ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ വീടുകൾ അങ്ങനെയുള്ള വീടുകളാകണം. സന്ധ്യാസമയങ്ങളിൽ ഖുർആൻ ഓതുന്ന വീടുകളാകണം. സുബഹിക്കും മഗ്‌രിബിനും ശേഷം യാസീൻ ഓതുന്ന വീടുകളാകണം. തബാറക്കല്ലദീ ഓതുന്ന വീടുകളാകണം. സൂറത്തുൽ വാഖിഅ ഓതുന്ന വീടുകളാകണം. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഖുർആനിലുണ്ട്. മാനസിക പ്രശ്നമുണ്ടോ? നിങ്ങൾ ഖുർആൻ ഓതുവിൻ. സാമ്പത്തിക പ്രശ്നമുണ്ടോ? ഖുർആൻ ഓതുവിൻ. പൈശാചിക പ്രശ്നമുണ്ടോ? ഖുർആൻ ഓതുവിൻ. നിങ്ങൾക്ക് രോഗവും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടോ? ഖുർആൻ ഓതുവിൻ. അല്ലാഹുവിന്റെ ഖുർആനല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ ശിഫാഉൽ ലിന്നാസ്, എല്ലാ ജനങ്ങൾക്കും, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും ശിഫ ഖുർആനാ. ഖുർആൻ ഓതണം, ഖുർആൻ ഓതണം. അങ്ങനെ
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഫാത്തിമ റളിയല്ലാഹു അൻഹയും ഭർത്താവ് സഈദ് റളിയല്ലാഹു അൻഹുവും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബി അവരുടെ വീട്ടിൽ വന്ന് അവർക്ക് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ആ ഉമർ വന്ന് കതകിൽ തട്ടുന്നത് ഇഫ്തഹി യാ ഫാത്തിമ. 2 തവണ കതകിൽ മുട്ടി. ഇനി 3ാമത്തെ തവണ കതകിൽ തട്ടലും അനുവാദം ചോദിക്കലും ഒന്നും ഉണ്ടാവില്ല. കതക് ചവിട്ടി പൊളിച്ച് ഞകത്ത് വരും. ഉമർ എന്ന് പറഞ്ഞ ആ സ്വഭാവം അങ്ങനെ. ഉമർ റളിയല്ലാഹു അൻഹു വന്ന് കതകിൽ തട്ടി വിളിച്ചതും ഉമർ പുറത്തു വന്നിട്ടുണ്ട്. ഖുർആൻ പഠിപ്പിക്കാൻ വന്ന ഉസ്താദ് ചാടി എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം അടുക്കളയുടെ ഭാഗത്തേക്ക്. പാവപ്പെട്ടവൻ എവിടോ പോയി അലമാരിക്കാതെ ഏതോ പാത്രത്തിനുള്ളിലൊക്കെ കയറി ഒളിച്ചിരുന്നു. കാരണം ഇവിടെ അകത്ത് വന്നിട്ട് നീ ആരാ, നീ എന്തിനാ ഇവിടെ വന്നത്, ഞാൻ ഖുർആൻ പഠിപ്പിക്കാൻ വന്നയാണെന്ന് പറഞ്ഞാൽ ആദ്യം എന്നെ ഉമർ തീർക്കും. എല്ലാവർക്കും പേടിയാ ഉമർ റളിയല്ലാഹു അൻഹുവിനെ. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കാൻ വന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ഓടി അടുക്കളയുടെ ഭാഗത്ത് ഏതോ മൂലയ്ക്ക് പോയി പാവം ഒളിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഫാത്തിമ റളിയല്ലാഹു അൻഹ പോയി കതക് തുറന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ ചാടി അകത്തേക്ക് കയറി. അകത്ത് കയറി ഒരു ചോദ്യം, എടി ഫാത്തിമ നീ മുസ്ലിമായോ? ഇത് ചോദിച്ച് മറുപടി പറയുന്നതിന് മുമ്പ് ഒരൊറ്റ അടിക്കുക. കാരണം നോക്കി ഒരൊറ്റ അടിയാ. തടസ്സം പിടിക്കാൻ വേണ്ടി സഹോദരിയുടെ ഭർത്താവ് സ്വന്തം അളിയൻ വന്നു. അളിയനെ ഉമർ റളിയല്ലാഹു അൻഹു വെക്കുന്നില്ല, 2 പേരെ അടിക്കുക. അടികൊള്ളുന്നതിനിടയിലും ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഉമറേ നീ ഞങ്ങളെ എത്ര തല്ലിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, അബ്ദുള്ളയുടെ പുത്രനായ മുഹമ്മദ് മക്കക്കാർക്ക് വിശ്വസ്തനാണെങ്കിൽ, മക്കക്കാരുടെ മുന്നിൽ സത്യസന്ധനാണെങ്കിൽ, ആ പ്രിയപ്പെട്ടവരായ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നമ്മുടെ മുമ്പിൽ സത്യം പറഞ്ഞു തരുമ്പോൾ അത് നമ്മൾ അംഗീകരിക്കണ്ടേ ഉമറേ? ഈ ചോദ്യം കൂടെ വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും എടുത്ത് അടിക്കാൻ തുടങ്ങി. കയ്യിൽ കിട്ടിയത് എന്തൊക്കെയോ എടുത്തടിച്ചു. അവരുടെ 2 പേരുടെയും തല പൊട്ടി, ശരീരം പൊട്ടി, രക്തമൊഴുകി. അവര് ധരിച്ചിരുന്ന ഡ്രസ്സിൽ പോലും രക്തം ഇറ്റിട്ട് വീണ് ചുമന്ന നിറവായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടി കൊണ്ട് 2 പേരും താഴെ വീണു. എണീക്കാൻ പോലും പറ്റുന്നില്ല. 2 പേർക്കും എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. സ്വന്തം സഹോദരിയും സഹോദരി ഭർത്താവും അടി കൊണ്ട് താഴെ വീണു. ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം സഹിക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാ? ഒന്ന് എണീറ്റ് നിന്നാലല്ലേ 2 അടി കൊടുക്കാൻ പറ്റുള്ളൂ. അടി കൊണ്ട് 2 പേരും താഴെ കിടക്കുക. അപ്പോഴാ ഉമർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നത്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ വിശുദ്ധ ഖുർആൻ എഴുതിയ ഏടുകൾ ഇരിക്കുകയാ. ഖുർആൻ എഴുതിയ ഏതോ കഷണങ്ങൾ ഇവര് ഖുർആൻ പഠിച്ചുകൊണ്ടിരുന്നയാണല്ലോ. ഇത് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ തന്റെ സഹോദരിയോട് പറഞ്ഞു, ഇഅ്തിനി ഹാദിഹി സഹീഫത യാ ഫാത്തിമ. എടി ഫാത്തിമ, എന്താ നിന്റെ കയ്യിലിരിക്കുന്നത്? നീ എനിക്കതൊന്ന് തരുമോ? ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. ഉടൻ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല ഉമറേ, ഇന്നക നജസും വ ഇന്നഹാ ത്വാഹിറുൻ ലാ യമസ്സുഹാ ഇല്ലാ മുതഹിറുൻ. തരൂല്ല ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും വലിയ കോപത്തോടുകൂടി ചോദിച്ചു, ഫാത്തിമ ഫാത്തിമ, അതൊന്ന് തരൂ ഫാത്തിമ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. ഉടൻ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമറേ, ഇത് വിശുദ്ധ ഖുർആനാ ഉമറേ. ഞങ്ങൾ 2 പേരും ഖുർആൻ പഠിച്ചുകൊണ്ടിരുന്നതാ ഉമറേ. ഇത് വിശുദ്ധമാ ഉമറേ. ഇന്നഹാ ത്വാഹിറുൻ, ഇത് പരിശുദ്ധമായ ഖുർആനാ ഉമറേ. ഇന്നക നജസും വ ഇന്നഹാ ത്വാഹിറുൻ. എന്നാൽ ഉമറേ, നീ ഇപ്പൊ ദേഷ്യത്തിൽ നിൽക്കുകയാ. ഉമറേ, നീ ഇപ്പൊ വല്ലാത്ത കോപത്തിൽ നിൽക്കുകയാ. ലാ യമസ്സുഹാ ഇല്ലാ മുതഹിറുൻ. ശുദ്ധിയില്ലാതെ ഒരാൾക്കും ഇത് തൊടാൻ പറ്റൂല ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. ഇതെന്തൊരു വിശ്വാസമാ! ഇത്രയും നേരം തന്റെ അടികൊണ്ട് രക്തമൊലിപ്പിച്ച് വേദനയും അനുഭവിച്ച് താഴെ കിടക്കുന്ന തന്റെ സഹോദരി, എന്നാലോ ആ ഖുർആൻ ഒന്ന് കാണട്ടെ, എന്ന് വായിക്കട്ടെ എന്ന് ഞാൻ പറയും പോലും വിട്ടുതരാതെ തന്റെ അതേ ശൂര്യത്തോടുകൂടി, തന്റെ അതേ വീര്യത്തോടുകൂടി, തന്റെ അതേ ധീരതയോടുകൂടി
തന്റെ സഹോദരി തന്നോട് പറയുന്നു, ഇല്ല ഉമറേ, ഞങ്ങളത് തരൂല്ല ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ അതൊന്ന് വായിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ, എന്നാൽ ഉമറേ നീ പോയി നല്ലതുപോയി കുളിച്ച് നിന്റെ ശരീരമൊക്കെ തണുപ്പിച്ച് നല്ല ശുദ്ധനായി നീ മടങ്ങി വന്നാൽ ഇത് നിനക്ക് വായിക്കാൻ തരാം ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് വല്ലാത്ത ജിജ്ഞാസയുണ്ടായി. എന്താണ് ഈ ഖുർആൻ എന്നറിയണമല്ലോ. ഈ ഖുർആൻ എന്ന് പറയുന്ന വചനങ്ങൾ ഓതിയിട്ടാ മുഹമ്മദ് ആളുകളെ വഴിപിഴപ്പിക്കുന്നതെന്ന് നേതാക്കന്മാർ പറഞ്ഞല്ലോ. ആ മുഹമ്മദ് എഴുതിയുണ്ടാക്കിയ കവിതയാണെന്ന് പറയുന്നല്ലോ. മുഹമ്മദ് ഒരു മാരണക്കാരനാണെന്ന് പറയുന്നല്ലോ. ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയാം അല്ലാഹുവിന്റെ റസൂൽ എഴുത്തും വായനയും പഠിച്ചിട്ടില്ലെന്ന്. അങ്ങനെ എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത റസൂല് എങ്ങനെയാണ് ഇങ്ങനെ സാഹിത്യ സമ്പുഷ്ടമായ വചനങ്ങൾ എഴുതിയുണ്ടാക്കുന്നത്? അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ആഗ്രഹമുണ്ടായി. ഈ ഖുർആൻ എന്തെന്ന് എനിക്കൊന്നറിയണമല്ലോ, ഈ ഖുർആൻ എനിക്കൊന്ന് പഠിക്കണമല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ ആ സഹോദരിയുടെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയി, തന്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. ഉമർ റളിയല്ലാഹു അൻഹു നല്ലതുപോലെ ശരീരം തണുക്കുന്ന നിലയിൽ കുളിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ശുദ്ധനായി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു സഹോദരിയുടെ വീട്ടിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് ഉമർ ചോദിക്കുകയാ, ഇഅ്തിരി ഹാദിഹി സ്വഹീഫത യാ ഫാത്തിമ. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് വിശുദ്ധ ഖുർആൻ കൊടുക്കുകയാ. ഉമർ റളിയല്ലാഹു അൻഹു തുറന്നു നോക്കുമ്പോൾ അതിൽ സൂറത്തു ത്വാഹയാ എഴുതിയിരിക്കുന്നത്. അവര് രണ്ടുപേരും ആ സൂറത്താ പഠിച്ചുകൊണ്ടിരുന്നത്. എഴുത്തും വായനയും അറിയാമായിരുന്ന ഉമർ, ആ ഉമർ ഇങ്ങനെ വായിച്ചു തുടങ്ങുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വല്ലാത്ത വെള്ളിടികൾ പൊട്ടുകയാ. കാരണം എന്താണ് പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് തനിക്ക് വഴിപ്പെട്ടവരോടും തനിക്ക് വഴിപ്പെടാത്തവരോടും കരുണ ചെയ്യുന്നവനായ അല്ലാഹ്. എന്നാൽ പാരത്രിക ലോകത്തോ തനിക്ക് വഴിപ്പെട്ടവരോട് മാത്രം കരുണ ചെയ്യുന്ന അല്ലാഹ്. ആ അല്ലാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്ന ഖുർആൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വല്ലാത്ത വെളിച്ചം വീശുകയാ. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും വായിച്ചു തുടങ്ങുകയാണ്, ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ഉമർ റളിയല്ലാഹു അൻഹു വായിച്ചു തുടങ്ങുന്നു, ത്വാഹ, ത്വാഹ നബിയേ, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. താങ്കളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്, താങ്കളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഖുർആനെ ഇറക്കിയിട്ടില്ല നബിയേ. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പോവുകയാ, ഇതൊരിക്കലും മുഹമ്മദിന്റെ വാചകങ്ങളല്ല, ഇതൊരിക്കലും മുഹമ്മദിന്റെ വചനങ്ങളല്ല, ഇതത്രയോ സാഹിത്യ സമ്പുഷ്ടമാ. മുഹമ്മദ് സാഹിത്യം പഠിച്ചിട്ടില്ല, മുഹമ്മദിന് എഴുതാൻ അറിയില്ല, മുഹമ്മദിന് വായിക്കാൻ അറിയില്ല, ഇതത്രയോ സാഹിത്യ സമ്പുഷ്ടമാ. ഇത് മറ്റാരോ മുഹമ്മദിന് പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ. ത്വാഹ, ത്വാഹ നബിയേ, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. താങ്കളെ വിഷമിപ്പിക്കുവാനും ബുദ്ധിമുട്ടിക്കുവാനും വേണ്ടിയില്ല ഞാൻ ഖുർആൻ ഇറക്കിയിട്ടില്ല നബിയേ. വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ വീണ്ടും എത്തുകയാണ്, ഇന്നനി അനല്ലാഹ്, ഇന്നനി അനല്ലാഹ്, ഇന്നനി അനല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി. അല്ലാഹു പറയുന്നു, ഇന്നനി അനല്ലാഹ്, നിശ്ചയം ഞാനാണ് അല്ലാഹ്, നിശ്ചയം ഞാനാണ്
ഞാനാണ് അല്ലാഹ്, നിശ്ചയം ഞാനാണ് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ഇലാഹില്ല. അതുകൊണ്ട് ഫഅ്ബുദ്നി, എന്നെ മാത്രം നീ ആരാധിക്കുക, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, നേർച്ച നിവേദ്യങ്ങൾ എനിക്ക് മാത്രം, പ്രാർത്ഥനകൾ എന്നോട് മാത്രം, ആരാധനകൾ എന്നോട് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്ന ആയത്തുകൾ എത്തുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാ, എല്ലാവരും ഈ അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടതെങ്കിൽ, ഈ അല്ലാഹുവിന് കീഴ്പ്പെട്ടാണ് ജീവിക്കേണ്ടതെങ്കിൽ, ഈ ഉമറും അല്ലാഹുവിന്റെ അടിമയല്ലയോ? ഈ ഉമറും അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കേണ്ടവനല്ലയോ? എങ്കിലേ അല്ലാഹുവിനെ പറ്റി എനിക്കുമെന്നറിയണമല്ലോ, അല്ലാഹുവിനെ പറ്റി എനിക്കുമെന്ന് പഠിക്കണമല്ലോ, അല്ലാഹുവിനെ എനിക്കുമെന്ന് മനസ്സിലാക്കണമല്ലോ. റസൂലുള്ളാന്റെ തലയെറുക്കാൻ വന്ന ഉമറുണ്ടല്ലോ, ആ മനസ്സെല്ലാം അങ്ങ് മാറിയിട്ട് വിശ്വാസത്തിന്റെ വെള്ളി വെളിച്ചം ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ വെമ്പൽ കൊണ്ടെന്ന മനസ്സോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സഹോദരിയോട് ചോദിക്കുന്നു, ഫാത്തിമ ഐന മുഹമ്മദ് യാ ഫാത്തിമ, എന്റെ പൊന്നു പെങ്ങളെ ഫാത്തിമ, എനിക്ക് മുഹമ്മദിനെ കാണണം ഫാത്തിമ, എവിടെയാണ് മുഹമ്മദ് ഉള്ളതെന്ന് പറഞ്ഞു തരൂ ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല ഉമർ, റസൂലുള്ള എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല, സഹാബാക്കൾ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഈ ഉമറങ്ങാനും റസൂലുള്ള ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചാൽ ഹബീബായ മുത്തിനെ ആക്രമിക്കുമോ എന്ന ഭീതിയും ഭയവും ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കുണ്ട്. എന്നാൽ ഉമർ പറയുന്നു, ഫാത്തിമ, ഉപദ്രവിക്കാനല്ല ഫാത്തിമ, ആക്രമിക്കാനല്ല ഫാത്തിമ, തലയെറുക്കാനല്ല ഫാത്തിമ, കൊന്നു കൊല വിളിക്കാനല്ല ഫാത്തിമ, ഈ മുഹമ്മദിനെ എനിക്കൊന്ന് കണ്ടിട്ട് ഈ അല്ലാഹുവിനെ പറ്റി ഒന്ന് പഠിക്കണം ഫാത്തിമ, ഈ ഖുർആൻ ഒന്ന് പഠിക്കണം ഫാത്തിമ, ഇസ്ലാമിനെ ഒന്ന് മനസ്സിലാക്കണം ഫാത്തിമ. അതിനുവേണ്ടി വെമ്പൽ കൊണ്ടെന്ന മനസ്സോടുകൂടി ചോദിക്കുന്നു ഫാത്തിമ, അല്ലാഹുവിന്റെ ഹബീബ് എവിടെയുണ്ട് ഫാത്തിമ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സൊക്കെ മാറി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ അല്പം മുമ്പ് വരെയും അല്ലാഹുവിന്റെ ഹബീബിനെ കൊന്ന് തല അറുത്തെടുത്ത് ഉടവാളിൽ കുത്തി ഉയർത്തിപ്പിടിക്കലാണെങ്കിൽ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്തതോടെ 26 വയസ്സുകാരനായ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടായി. വിശ്വാസത്തിന്റെ വേലിയളങ്ങെറ്റെടുക്കാൻ ആ ഹൃദയങ്ങൾ വെമ്പൽ കൊള്ളാൻ തുടങ്ങി. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഐന മുഹമ്മദ്, മുഹമ്മദ് എവിടെയുണ്ട് ഫാത്തിമ, മുഹമ്മദ് എവിടെയുണ്ട്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്കറിയില്ല ഉമറേ, ഞങ്ങൾക്ക് അറിയില്ല. ഇതൊക്കെ കേട്ട് അകത്തൊളിച്ചിരിക്കുന്ന സഹാബി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം ഇത് കേൾക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫാത്തിമ, കൊല്ലാനല്ല, ഉപദ്രവിക്കാനല്ല, എനിക്കൊന്ന് കണ്ടിട്ട് ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാ. അകത്ത് കയറി ഒളിച്ചിരുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ ചാടി പുറത്തിറങ്ങി, വരുന്നതെന്തും വരട്ടെ, ഉമർ ഉപദ്രവിക്കുന്നെങ്കിൽ അങ്ങ് ഉപദ്രവിക്കട്ടെ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ചാടി ഇറങ്ങി ഉമറിന്റെ മുന്നിലേക്ക് വന്നു. ഉമർ ചോദിച്ചു, നീ ഇപ്പൊ എവിടെ നിന്ന് വന്നു? അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഇവർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വന്ന ആള്, ഞാൻ ഉമറിനെ പിടിച്ചകത്ത് കയറി ഒളിച്ചിരുന്നതാ. പക്ഷേ ഇനി ഞാൻ ചിന്തിക്കുന്നു, എന്തു വന്നാലും കുഴപ്പമില്ല, എനിക്ക് ഉമറിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഉമറേ, നീ ഇപ്പൊ റസൂലുള്ളാഹിനെ കാണണം എന്നൊരാഗ്രഹം പറഞ്ഞില്ലേ ഉമറേ? നിനക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലേ ഉമറേ? എന്നാ നിനക്കറിയോ ഉമറേ, നീ റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി നടക്കുക, ഹബീബായ റസൂലിനെ കൊന്ന് മക്കാ ഖുറൈശികളുടെ കയ്യടിയും നേടി അവര് നിനക്ക് തരുന്ന സമ്മാനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നീ കൊതിച്ച് നടക്കുകയാണെങ്കിൽ ഉമറേ, നിനക്കറിയോ, പാതിരാത്രിയുടെ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ അല്ലാഹുവിനോട് ഒരു പ്രാർത്ഥന നടത്തുമായിരുന്നത്രേ. اللهم أيد الإسلام بأحد العمرين بعمر بن الخطاب أو بعمر بن الهشام. ഉമറേ, നിനക്കറിയുവോ, പാതിരാത്രിയുടെ നിശബ്ദതയിൽ പ്രിയപ്പെട്ട പ്രവാചകനും പടച്ചവന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തിയൊരു ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഖൗവിൽ ഇസ്ലാമ ബിഇഹദൽ ഉമറൈൻ. അല്ലാഹുവേ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ അല്ലാ.
ഒന്നുകിൽ ഖത്താബിന്റെ മകൻ ഉമറിനെ കൊണ്ട്, അല്ലെങ്കിലോ ഹിഷാമിന്റെ മകൻ അമ്രിനെ കൊണ്ട്, അഥവാ അബൂജഹലിനെ കൊണ്ട് റസൂലുള്ള ദുആ ചെയ്യും. ഒന്നുകിൽ ഖത്താബിന്റെ മകൻ ഉമറിനെ നീ മുസ്ലിമാക്കണം റബ്ബേ, അല്ലെങ്കിൽ അബൂജഹലിനെ മുസ്ലിമാക്കണം. ഇവരിൽ രണ്ടുപേരിൽ ആരെയെങ്കിലും ഒന്ന് മുസ്ലിമാക്കി നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്ന് റസൂലുള്ള നിനക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്നു ഉമറേ. റളിയല്ലാഹുവിന്റെ മനസ്സിൽ വല്ലാത്ത ഞെട്ടലുണ്ടായി. എനിക്ക് വേണ്ടി മുഹമ്മദ് പ്രാർത്ഥിക്കുന്നു, ഞാൻ നന്നാകാൻ, ഞാൻ നന്മയുടെ വക്താവാകാൻ എനിക്ക് വേണ്ടി മുഹമ്മദ് പ്രാർത്ഥന നടത്തുന്നുണ്ടോ? റളിയല്ലാഹുവിന്റെ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ടായി. റളിയല്ലാഹു ചിന്തിച്ചു, ഞാൻ കൊല്ലാൻ നടക്കുമ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനോ, എനിക്ക് കാണണം ആ മുഹമ്മദിനെ. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ റസൂൽ എവിടെയുണ്ട്? ഫീ ദാരിൽ അർഖമി ഇൻദ സഫാ. സഫാ കുന്നിന്റെ ചാരത്ത് അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ദാറുൽ അർഖമിലുണ്ട്. അവിടെ ചെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാം. സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ള എവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി. നേരെ സഫാ കുന്നിന്റെ താഴ്വരയിൽ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ദാറുൽ അർഖമിൽ ഉമർ റളിയല്ലാഹു അൻഹുവും സഹാബാക്കളൊക്കെയും ഒളിച്ചിരിക്കുക. റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും ഒളിച്ചിരിക്കുക. ആരെ പേടിച്ചിട്ടാ? ഈ ഉമറിനെ പേടിച്ചിട്ട് തന്നെ ഒളിച്ചിരിക്കുന്നേ. പ്രാരംഭ കാലഘട്ടമൊക്കെ അങ്ങനെ കുറച്ച് ഒളിവൊക്കെ ഉണ്ടാവും. റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും, വിരലിലുണ്ടാവുന്ന സഹാബാക്കളും ഉമറിനെ പേടിച്ചിട്ട് തന്നെ ഒളിച്ചിരിക്കുക. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു നേരെ ആ സ്ഥലം കണ്ടുപിടിച്ചു. സഫാ കുന്നിന്റെ താഴെ ദാറുൽ അർഖമിലേക്ക് എത്തി ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് കതകിങ്ങനെ തട്ടി, കതകൊക്കെ അടച്ചിട്ടിരിക്കുക. റസൂലുള്ളാഹി കുറേ സഹാബാക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു സഹാബിക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി കതകിന്റെ അടുത്ത് നിൽക്കണം. ആരെങ്കിലും കതക് തട്ടി ആ കതക് തുറന്ന് ആരാ, ആവശ്യം എന്താ, അകത്തേക്ക് വിടേണ്ടവരാണെങ്കിൽ റസൂലുള്ളാഹി അടുത്ത് ചോദിച്ചിട്ട് അകത്ത് വിടണം. അതല്ല എങ്കിൽ അവരകത്ത് വിടരുത്. ഈ ഡ്യൂട്ടിയൊക്കെ കൊടുത്ത് പാറാവുകാരനായിട്ട് നിർത്തിയിരിക്കുക. അപ്പൊ കതക് തട്ടിയപ്പോ റസൂലുള്ള ഏൽപ്പിച്ച ഡ്യൂട്ടി അല്ലേ, വലിയ ഒരു പവറൊക്കെ ഉണ്ടാവുമല്ലോ. ഈ പവറോടുകൂടി ആ സഹാബി കതക് ഇങ്ങനെ തുറക്കുന്നതും കണ്ട കാഴ്ച എന്താ? വാളും മൂരി പിടിച്ചിട്ട് ഉമർ മുമ്പിൽ നിൽക്കുക. ഉമറിനെ കണ്ടതും ആ സഹാബി തുറന്ന കതക് അങ്ങനെ അങ്ങ് അടച്ചു. പേടിച്ചിട്ട് തുറന്ന കതക് അങ്ങനെ അങ്ങ് അടച്ചു പൂട്ടി. നേരെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നു, നബിയേ, ഉമർ വന്നു, കതകി തട്ടുന്നു, താങ്കളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ചുട്ടുകൊണ്ടായിരുന്ന പല സഹാബാക്കളും കരിയില വിറയ്ക്കുന്ന പോലെ വിറയ്ക്കാൻ തുടങ്ങി. ഉമർ എത്തി. ഉമർ കാണരുതേ എന്ന എല്ലാവരുടെയും ദുആ. ആ ഉമർ ദാ എത്തിയിരിക്കുന്നു. പേടിച്ച് ഉറയ്ക്കാൻ തുടങ്ങി എല്ലാവരും. കതക് തുറക്കാൻ പറയാ. എന്തു വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പൊക്കോട്ടെ, ഉമർ വന്നതല്ലേ, കതക് തുറക്ക്, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ, ഹബീബായ റസൂലിന്റെ എപ്പോഴും റസൂലുള്ളാഹിനോടൊപ്പം നടക്കുന്ന അവിടുത്തെ പേഴ്സണൽ ബോഡി ഗാർഡ്സ് ഉണ്ടായിരുന്നു. മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹിന്റെ ബോഡി ഗാർഡ്സ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാഹു യഅസിമുക മിനന്നാസ്, ഏ നബിയേ, ആരും തൊടാതെ അല്ല താങ്കളെ നോക്കിക്കോളും എന്ന പരിപൂർണ സെക്യൂരിറ്റിയോടുകൂടി അല്ല ആയത്തിറക്കുന്നത് വരെയും റസൂലുള്ളാഹിന്റെ കൂടെ എപ്പോഴും സെക്യൂരിറ്റിക്ക് ആളുണ്ടാവും. ഹംസ റളിയല്ലാഹു അൻഹു വലതുവശത്ത്, അലി റളിയല്ലാഹു അൻഹു ഇടതുവശത്ത്. രണ്ടുപേരെയും വിളിച്ചു, രണ്ടുപേരെയും രണ്ടു വശത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞു കതക് തുറക്കാൻ. എന്നാൽ കതക് തുറക്കുന്നതിന് മുൻപ് ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. നമ്മൾ ആ സിറ്റുവേഷൻ ഒന്നൊക്കെ, ഉമറിനെ പേടിച്ച് ഒളിച്ചിരിക്കുന്നു. ഉമർ വന്ന് കതകി തട്ടി, ഉമർ അകത്ത് വരാൻ പോവാ. കതക് തുറക്കാൻ പോവിടെ എന്ത് സംഭവിക്കും, എന്തുണ്ടാവും? ഉമർ ഒന്ന് വാള് വീശിയ ഈ 10-40 പേരും തീരാനേ ഉള്ളൂ. എന്താ ചെയ്യാൻ പറ്റുക
എല്ലാവരും ഭയപ്പാടില്. അപ്പോഴാ ഹംസ റളിയല്ലാഹു അൻഹു എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഉമറാ വരുന്നത്. ഉമർ നമ്മുടെ ശത്രുവാ. കയ്യിൽ കിട്ടിയാൽ വകവരുത്താൻ വേണ്ടി നടക്കുക. ഞാനൊരു കാര്യം, ഒരു അനുവാദം ഒന്ന് ചോദിക്കട്ടെ. എന്താന്ന് ചോദിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹു പറയാ, നബിയെ, ഇൻ കാന ജാഅ യുരീദു ഖൈറാ ഫബദൽനാഹു ഖൈറാ. ഉമർ വന്നിരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ, ഇവിടെ വന്ന് നമ്മളോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നല്ല ഉദ്ദേശത്തോടു കൂടി വന്ന നല്ല ഉദ്ദേശത്തോടു കൂടി തിരിച്ചു പോകാനാണെങ്കിൽ ഫബദൽനാഹു ഖൈറാ, ഞങ്ങളും ഉമറിനോട് നല്ല പെരുമാറ്റം കാഴ്ചവെക്കും. നമ്മളൊന്ന് ചിന്തിക്കണേ, സഹാബത്തിന്റെ ഒക്കെ നിലപാട് ഇങ്ങനെ. മുസ്ലിങ്ങളോട് ഇങ്ങോട്ട് നല്ലതാണെങ്കിൽ അങ്ങോട്ടും നല്ലതാ. ഇങ്ങോട്ടേ നമ്മളോട് നല്ല പെരുമാറ്റമാണ്, വേറെ കുഴപ്പത്തിനും കച്ചറയ്ക്കും പ്രശ്നത്തിനും ഒന്നുമില്ല എങ്കിൽ തിരിച്ച് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ ഉമർ വന്നത് എന്തെങ്കിലും ഷർ ഉദ്ദേശിച്ചാണെങ്കിൽ, എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കാനാണെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഉമറിന്റെ കയ്യിലിരിക്കുന്ന വാള് വാങ്ങിച്ച് ഞങ്ങൾ ഉമറിനെ കൊല്ലും. സമ്മതിച്ചോ നബിയെ? സമ്മതിച്ചോ? നമ്മളൊന്ന് ഓർക്കണം, ഇസ്ലാമിന്റെ ശത്രുവായ ഉമർ നല്ല ഉദ്ദേശത്തിലാണ് വന്നതെങ്കിൽ അങ്ങോട്ടും നല്ല ഉദ്ദേശത്തിൽ തന്നെ പെരുമാറും. എന്നാൽ ഉമർ വന്നത് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കാനാണെങ്കിൽ, ഉമർ വന്നതെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഉമറിന്റെ വാള് വാങ്ങിച്ചിട്ട് ഞാൻ ഉമറിനെ കൊല്ലും. സമ്മതിച്ചോ? സമ്മതിച്ചോ? എന്റെ ചെറുപ്പക്കാരിതൊക്കെ കേൾക്കണം മക്കളെ. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇതാ. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ പോലും, പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ പോലും, പ്രശ്നത്തിന്റെ കാലഘട്ടത്തിൽ പോലും ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരുടെ നിലപാടാ. ഇങ്ങോട്ട് നല്ലതാണെങ്കിൽ അങ്ങോട്ട് നല്ല പോലെ തന്നെ ആയിരിക്കും. എന്നാൽ ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ, ഇങ്ങോട്ട് കുഴപ്പമുണ്ടാക്കാൻ വന്നാൽ, എവിടെ നിന്നെങ്കിലും കേൾക്കുന്നതായ വർഗീയതയുടെ ചാണകച്ചാറും പേറിയിട്ട് ഞങ്ങളുടെ പള്ളികളെ ആക്രമിക്കാൻ വന്നാൽ, ഞങ്ങളുടെ മദ്രസകളെ ആക്രമിക്കാൻ വന്നാൽ, ഞങ്ങളുടെ കുട്ടികളെ കയ്യേറ്റം ചെയ്യാൻ വന്നാൽ, ഇസ്ലാമിന് കയറെ കാല് കയറാൻ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ വെറുതെ വിടൂല. ആരാ? മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറഞ്ഞു, ഹംസ പറഞ്ഞ പോലെ തന്നെ, അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല, അതിൽ വേറെ കാര്യമൊന്നുമില്ല. ഉമർ നല്ല ഉദ്ദേശത്തിൽ വന്നെങ്കിൽ നല്ലോണം പെരുമാറുക,